പല ആൾക്കാരും എന്നോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഈ ബൈപ്പാസ് സർജറി ഒഴിവാക്കി തരുമോ ഡോക്ടറെ. ഇത് അവിടെ നിന്ന് വേറെ ഡോക്ടേഴ്സും വേറെ സെൻറ്റേഴ്സും ബൈപ്പാസ് സർജറി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ബൈപ്പാസ് സർജറി ഒഴിവാക്കാൻ പറ്റുമോ? പിന്നെ ഓപ്പറേഷൻ അല്ലേ, മേജർ ഓപ്പറേഷനാകുമ്പോൾ അതിൻ്റെതായ ടെൻഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും. അപ്പോൾ ഇന്നത്തെ കാലത്ത് ലോകത്തിലുടനീളം പ്രത്യേകിച്ച് കാർഡിയോളജി എന്നുള്ളത് 90% 90% നമ്മൾ ബൈപ്പാസ് ഇല്ലാണ്ട് നമുക്ക് പുതിയ തരം ടെക്നോളജിയിലൂടെ ചെയ്യാൻ പറ്റും. 1977 ആൻജിയോപ്ലാസ്റ്റി തുടങ്ങി വെച്ചത്. അതിനുശേഷം പല ഘട്ടങ്ങളിൽ കടന്നുപോയി. സ്റ്റെൻഡ്, അതുപോലെ തന്നെ മെഡിക്കേറ്റഡ് സ്റ്റെൻഡ്. ഇപ്പം ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഒരു 5-6 വർഷമായിട്ടുള്ളത് ഇമേജ് ഗൈഡഡ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും. ഇമേജ് ഗൈഡഡ് ആൻജിയോപ്ലാസ്റ്റിയിലൂടെ 90% ബ്ലോക്കുകൾ നമുക്ക് നീക്കാൻ പറ്റും. ഒരു 10% രോഗികൾ മാത്രമേ നമ്മൾക്ക് ഇപ്പോഴും ബൈപ്പാസ് സർജറി അയക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം ഞങ്ങൾക്ക് ഇമേജ് ഗൈഡഡ് ആൻജിയോപ്ലാസ്റ്റിയും അതുപോലെ തന്നെ ലേസർ ടെക്നോളജി, റൊട്ടാബ്ലേഷൻ ടെക്നോളജി, ഓർബിറ്റൽ അത്തീറക്ടമി ടെക്നോളജി, അങ്ങനെയുള്ള പല ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് ഈ ബ്ലോക്കുകൾ മാറ്റി ബൈപ്പാസ് ഓപ്പറേഷന് തുല്യമായ ഒരു റിസൾട്ട് കൊടുക്കാൻ പറ്റും ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് 90% രോഗികൾ ഇപ്പോൾ നമ്മൾക്ക് ഓപ്പറേഷൻ അയക്കേണ്ട സാഹചര്യം വരുന്നില്ല. ഈ ടെക്നോളജി എല്ലാ ഹോസ്പിറ്റലുകളും എല്ലാ ഡോക്ടർമാരും പ്രാക്ടീസ് ചെയ്യണമെന്നില്ല. അത് ചില സെൻറ്ററുകളിൽ, കാരണം അത് ഒരുപാട് ചിലവുണ്ട് ഈ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം പല ആൾക്കാർക്കും അത് ബൈപ്പാസ് സർജറിയാണ് ചീപ്പർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ബൈപ്പാസ് സർജറി ഇപ്പോൾ പ്രത്യേകിച്ച് പാവങ്ങളാണെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഈ ആൻജിയോപ്ലാസ്റ്റി പറയാറില്ല. അവർക്ക് ഒരു 2 ലക്ഷം 2.5 ലക്ഷം രൂപ കൊണ്ട് ഒരു ബൈപ്പാസ് സർജറി ആണെങ്കിൽ അതിന് ലോങ് ടേം റിസൾട്ട് കിട്ടും അതിനകത്ത്. അപ്പോൾ പേഷ്യൻറ്റിന് വീണ്ടും പണം മുടക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു അധ്വാനിച്ച് ജോലി ചെയ്യുന്ന ഒരു കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അഡ്വൈസ് ബൈപ്പാസ് സർജറിയാണ്. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ അവനാണ് ഫാമിലിയിലെ ബ്രെഡ് വിന്നർ. അപ്പോൾ അവർക്ക് ഈ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് ബൈപ്പാസ് സർജറിയാണ് നല്ലത്. അതേ സമയത്ത് ഈ അഫോർഡബിൾ പേഷ്യൻസിന് പിന്നെ ഈ പുതിയ തരം ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പലതരം ബ്ലോക്കുകൾ, കാൽഷ്യമുള്ള ബ്ലോക്കുകൾ, ലെഫ്റ്റ് മെയിൻ ബ്ലോക്ക് എന്ന് പറയും, വളരെ സങ്കീർണമായ ബ്ലോക്കാണത്. ഒരു 5 വർഷം മുമ്പ് ആരും അത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാറില്ല. ഇപ്പോഴും ഞങ്ങൾ ഈ പുതിയ തരം ടെക്നോളജി ഉപയോഗിച്ചിട്ട് OCT എന്നുള്ള ടെക്നോളജി ഉപയോഗിച്ച് ഈ ലെഫ്റ്റ് മെയിനിലുള്ള ബ്ലോക്കുകൾ നീക്കുകയും ഈ ബ്ലോക്കുകൾ നീക്കിയെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യും. OCT എന്ന് പറഞ്ഞ ഒരു തരം ക്യാമറയാണ്. ഈ ക്യാമറ ഉപയോഗിച്ച് നമ്മൾ നീക്കിയതിന് ശേഷം വീണ്ടും അത് പരിശോധിച്ച് നമ്മൾ ഉറപ്പ് വരുത്തും ബ്ലോക്കുകളെല്ലാം നീക്കിയെന്ന് പറഞ്ഞിട്ട്. അതല്ലെങ്കിൽ ഈ രോഗികൾക്ക് വീണ്ടും ഇതുപോലെ ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കാൽഷ്യം, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കാണുന്ന രോഗികൾ എന്ന് പറഞ്ഞാൽ 70-80 വയസ്സായ രോഗികൾ ഉണ്ടല്ലോ, അവർക്ക് കാൽഷ്യം ഒരുപാടുണ്ടാകും. നമ്മൾ ഈ നോർമൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് നന്നായി കിട്ടത്തില്ല. 6 മാസം കഴിഞ്ഞാൽ വീണ്ടും പേഷ്യൻ്റ് തിരിച്ചു വരും ബ്ലോക്കായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ റൊട്ടാബ്ലേഷൻ ഉപയോഗിച്ച് കാൽഷ്യം പൊടിക്കാനുള്ള മെഷീനറീസ്, അതുപോലെ തന്നെ ഓർബിറ്റൽ അത്തീറക്ടമി എന്ന് പറയുന്ന പുതിയ തരം മെഷീനറീസ്, ഓഫ് കോഴ്സ് ഇതിനൊക്കെ താരതമ്യേന ചിലവ് കൂടുതലാണ് ബൈപ്പാസ് സർജറി. പക്ഷേ റിസൾട്ട് വൈസ് ഇതൊക്കെ വളരെ നൂതന ടെക്നിക്കുകളാണ്. ഈ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് 90% രോഗികൾക്കും ബൈപ്പാസ് ഇല്ലാതെ ഒരു സംവിധാനം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ മോഡേൺ ഇന്റർവെൻഷണൽ കാർഡിയോളജി.